നമസ്കാരം. ഈ മണിക്കൂറിലെ സുപ്രധാനമായ വാർത്തയിലേക്കാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരള സന്ദർശനത്തിനൊരുങ്ങുന്നു. ഈ മാസം 29-ന് കൊച്ചിയിൽ രാഹുൽ ഗാന്ധി എത്തുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മുല്ലപ്പള്ളി ഇക്കാര്യം വ്യക്തമാക്കിയത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യാത്രയിൽ പങ്കെടുക്കാനാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നത്. അടുത്ത മാസം 3-നാണ് KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തെരഞ്ഞെടുപ്പ് യാത്ര സംഘടിപ്പിക്കുന്നത്. ഈ യാത്ര കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് AK ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. യാത്രയുടെ ചുമതല UDF കൺവീനർ ബെന്നി ബെഹനാനായിരിക്കുമെന്ന് മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ 70% ബൂത്ത് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പുനഃസംഘടനയുടെ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക രാഹുൽ ഗാന്ധിയായിരിക്കും. ഇക്കാര്യത്തിൽ ജനുവരി 15-നകം അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് അധ്യക്ഷന്മാരുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ഇതോടൊപ്പം വനിതാ ബൂത്ത് വൈസ് പ്രസിഡന്റുമാരുടെ യോഗവും നടക്കുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. DCC പ്രസിഡന്റുമാരുടെയും KPCC ഭാരവാഹികളുടെയും സംയുക്ത യോഗവും KPCC അംഗങ്ങളുടെ ജനറൽ ബോഡി യോഗവും ചേരുന്നുണ്ട്. ലോക്സഭാ മണ്ഡലങ്ങളുടെ ചാർജുള്ള നേതാക്കളുടെയും ജില്ലാതല സംഘടനാകാര്യ സമിതി അംഗങ്ങളുടെയും യോഗവും ജനുവരി 11-നാണ് ഇന്ദിരാഭവനിൽ ചേരുന്നത്. കേരളത്തിൽ ആകെ 23,970 ബൂത്ത് കമ്മിറ്റികളാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഓരോ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ഏകോപിപ്പിക്കാൻ മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മുല്ലപ്പള്ളി അറിയിച്ചു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളം സന്ദർശിക്കാൻ എത്തുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ മാസം 15-നും 27-നും കേരളം സന്ദർശിക്കുന്നുണ്ട്. 2 പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന മോദി BJP സംഘടിപ്പിക്കുന്ന പൊതുറാലിയിലും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. 15-ന് കൊല്ലത്ത് ബൈപ്പാസ് ഉദ്ഘാടനത്തിനും BJPയുടെ പൊതുസമ്മേളനത്തിനുമാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 27-ന് തൃശൂരിൽ യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിലും പ്രസംഗിക്കും. അന്ന് തന്നെ പാലക്കാട് IITയുടെ പരിപാടിയിലും പങ്കെടുത്തേക്കും. പാലക്കാട്ടെ പരിപാടി ഒഴിവായാൽ കൊച്ചിയിൽ പൊതുപരിപാടിയും പരിഗണനയിലുണ്ട്. മറ്റ് ദേശീയ നേതാക്കളെയും സംസ്ഥാനത്തെത്തിച്ച് ശബരിമല സമരം സജീവമാക്കി നിർത്തുകയാണ് BJPയും ലക്ഷ്യം വയ്ക്കുന്നത്.